ഹായ്, കാണുന്നുണ്ടോ? എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? കമൻറ്റ് ചെയ്താൽ മതി. ആരും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, പ്രേതകഥയാണ്. പ്രേതവും ദൈവത്തിനെയും കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദൈവന്മാരൊക്കെയാണ്, ദൈവത്തിനെ കുറിച്ച് അറിയാം, എല്ലാം അറിയാമായിരിക്കും. ചിലവർക്കറിയാം, ചിലവർക്ക് കുറച്ചൊക്കെ അറിയത്തുള്ളൂ. കുഴപ്പമില്ല. ഇന്നത്തെ ഞാൻ കഥയിൽ പറയാൻ പോകുന്നത് ഒരു അമ്പലത്തിൽ വെച്ചൊരു സംഭവിച്ചൊരു കാര്യമാണ്. ഒരു ദൈവത്തിൻ്റെ കഥയാണ്. അത് ഞാൻ പറയാം, അത് ഒറിജിനലാണ്, അത് കഥയൊന്നുമില്ല. ഒരു വീഡിയോയിൽ ഇങ്ങനെ CCTV ക്യാമറയിൽ ഇതാണ്. അമ്പലത്തിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ CCTV ക്യാമറ നോക്കൂല്ലോ. അപ്പം ഇത് മൂവ് ചെയ്യുന്നതാണ്. ഇത് മൂവ് ചെയ്യുന്ന ഇതാണ് CCTV ക്യാമറ. അപ്പം ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്നെ ദൈവം വന്നത് കണ്ടു. എന്നുവെച്ചാൽ ദൈവം ഭദ്രകാളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് എന്ത് ചെയ്യാന്നല്ല, എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ദൈവത്തിനെ കണ്ടു. ഞാൻ ദൈവത്തിനെ ആ അമ്പലത്തിൽ വെച്ച് എല്ലാവരും രാവിലെ പ്രാർത്ഥിക്കാൻ വരും. അത് നമുക്ക് ഇഷ്ടമാണ് പ്രാർത്ഥിക്കാൻ, അമ്പലത്തിൽ പോവാൻ, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാൻ, ഭഗവാന്റെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ദൈവത്തിനല്ലാതെ പ്രേതത്തിന് വിശ്വാസമുണ്ടോ? ചിലവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കും, ചിലവർക്ക് വിശ്വാസമില്ല. എന്നാലും കമൻറ്റ് ചെയ്യും, എസ് ഓർ നോ. എസ്സോ അല്ലേ നോയോ പറഞ്ഞാൽ മതി കമൻറ്റിൽ. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് കുറച്ച് മനസ്സിലായിരിക്കും. ഇപ്പം പ്രേതം ഒറിജിനലാണെന്ന്. അതെ, ചില അന്ധവിശ്വാസമാണ്, ചിലവർക്ക് തോന്നും അന്ധവിശ്വാസമാണെന്ന്. പക്ഷെ നമുക്കങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണം. അങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രേതത്തിൻ്റെ. അത് പറഞ്ഞാൽ നിങ്ങൾ രാത്രി കിടന്ന് പേടിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. ഒരിടത്ത് ഞാൻ കഥ പറയാൻ എൻ്റെ ഒരിടത്ത് ഒരു ജീപ്പ് ഓടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഏതോ ഒരു ഇരുട്ടുള്ള സ്ഥലം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ ഇവിടം വരെ ഒന്ന് പോയതാണ്, സോറി. ഇപ്പം പറഞ്ഞു വന്ന എവിടെയാണ് നമ്മൾ ഈ വണ്ടി ഓടിച്ചോണ്ട് പോയിരുന്നു. അപ്പം ഒരു അമ്മൂമ്മ കൈ കാണിച്ചു. ഈ ചേട്ടൻ മൈൻഡ് ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇതിങ്ങനെ പോയി. വണ്ടി ഓടിച്ചോണ്ട് പോയപ്പം ഒരു അമ്മച്ചി വീണ്ടും കൈ കാണിച്ചു. എന്നിട്ട് ആ വഴിയും നിർത്തിയിട്ട് വണ്ടി കയറി ഒരു കൊച്ചുണ്ട് കഴിഞ്ഞ്. എന്നിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിയുടെ ഒരു കൈ കാണുന്നില്ല. ഈ ഡ്രൈവർ ചോദിച്ചു, അമ്മച്ചിയുടെ ഒരു കൈ എന്ത് ചെയ്യുന്നു? അപ്പോഴേക്കൊരു തുരച്ചൊരു നോട്ടം. അപ്പോഴേക്കും വണ്ടി ഓടിച്ചു, ഒന്നും മൈൻഡ് ചെയ്തില്ല അയാൾ, ആ ഡ്രൈവർ. ശരി, വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് ഓടിച്ചപ്പം എന്നാ സംഭവിച്ചതെന്നറിയോ? ഒരു കുട്ടി കയറിയില്ലായിരുന്നു ആ അമ്മൂമ്മയുടെ കൂടെ. ആ കുട്ടീനെ ഫുള്ളായിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ആ അമ്മൂമ്മ. എന്ത് ചെയ്യാനാ? ആ ചേട്ടനാണെങ്കിൽ ഒറിജിനലാ, ഇവിടുത്തെ അടുത്തുള്ള, ഞങ്ങൾക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? എന്നിട്ട് ഈ ചേട്ടൻ രക്ഷപ്പെട്ടു. ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ്, വലിയ സംഭവമായിരുന്നു. അപ്പം ആരൊക്കെയാ അന്ധവിശ്വാസം പ്രേതത്തിനെ വിശ്വസിക്കുന്നത്? എസ് ഓർ നോ? അത് കമൻറ്റിൽ പറയൂ. നിങ്ങൾ പറഞ്ഞോ, ഞാൻ ഇപ്പം മറുപടി തന്നേക്കാം. നോയെങ്കിലും എങ്കിൽ എനിക്ക് ഇല്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം. ആരൊക്കെ കമൻറ്റ് ഇടുമെന്ന് നോക്കട്ടെ. കമൻറ്റ് ഇടുന്നവർക്ക് വലിയൊരു RC കാർഡ് ഞാൻ തരുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബൊന്നും ആയിട്ടില്ല അത്രയും. ഞാൻ കുറച്ച് നാളായി യൂട്യൂബ് ഇടാൻ തുടങ്ങിയേ. അപ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല. അപ്പം സബ്സ്ക്രൈബ് ആകാൻ നിങ്ങളും കൂടെ ഉള്ളൂ എനിക്കാകെ സബ്സ്ക്രൈബ് ചെയ്യാൻ.
അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം വീഡിയോയ്ക്ക് അപ്പൂസ്.